നാളെ ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ അനന്തപുരിയുടെ മുക്കും മൂലയും അഴിമതിരഹിതമാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ബിജെപിയുടെ മേയർ വി രാജേഷ്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. ഓരോ വ്യാജ പ്രചരണങ്ങളും നടത്തി കോർപ്പറേഷനെ കരിവാരി തേക്കാൻ തുനിഞ്ഞ സർക്കാരിന്റെ പല പദ്ധതികളും പാളുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പാർക്കിങ്ങിന്റെ പേരിൽ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും കൊള്ളയടിക്കുന്നതിനെതിരെ ചോദ്യം ചെയ്യുകയാണ് മേയർ വി രാജേഷ്. ഇതുപോലെ പല സ്ഥലങ്ങളിലും നടക്കുന്ന പല കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരികയാണ് മേയർ. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അഴിമതി ഭരണത്തെ അപേക്ഷിച്ച് ബിജെപിയുടെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ. പ്രത്യേകിച്ചും ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതിക്കും കൊള്ളത്തരത്തിനും പൂട്ടിടുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന ചുടുകല്ലുകൾ ഇത്തവണയും ശേഖരിക്കുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് വ്യക്തമാക്കി. വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുമെന്നാണ് മേയർ അറിയിച്ചത്. അതേസമയം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കുടിവെള്ളം മുട്ടിക്കുകയാണ് പിണറായി സർക്കാരെന്ന് ആരോപിച്ച് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ കുടം തലയിൽ കമഴ്ത്തി കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. ചുടുകല്ല് മുൻ വർഷങ്ങളിലേതുപോലെ ചെയ്യാനാണ് തീരുമാനം. അതിന് എല്ലാ ക്രമീകരണവും ചെയ്തിട്ടുണ്ട്. ചുടുകല്ല് ശേഖരിച്ച് വീട് നിർമ്മാണത്തിന് നൽകും. ചുടുകല്ല് ആവശ്യപ്പെട്ട് കത്തുകൾ ലഭിക്കുന്നുണ്ട്. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പല പദ്ധതികളിലും വീട് നിർമ്മാണം നടക്കുന്നുണ്ട്. അതിൽ ഈ കല്ലുകൾ ഉപയോഗിക്കും. 2,95,000 കല്ലാണ് കഴിഞ്ഞ വർഷം കൊടുത്തത്. ഇത്തവണയും അതുപോലെ കൊടുക്കുമെന്നും വി രാജേഷ് അറിയിച്ചു. അതിനിടെ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് ക്രമീകരണങ്ങൾ സജ്ജമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജും അറിയിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയത്. പൊങ്കാല ദിവസം 10 പോയിന്റുകൾ മെഡിക്കൽ ടീമും ആംബുലൻസുകളും സജ്ജമാക്കി. ഇതുകൂടാതെ പൊങ്കാല ദിവസം രാവിലെ 5 മണി മുതൽ പൊങ്കാല കഴിയുന്നതുവരെ 10 പോയിന്റുകൾ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ഉൾപ്പെടെ 108 ആംബുലൻസുകളുടെ സേവനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് വൈദ്യസഹായം ലഭ്യമാക്കാൻ 4 ബൈക്ക് ഫസ്റ്റ് റെസ്പോൺസ് ടീം, ഗൂർഖ ആംബുലൻസ്, ബൈക്ക് ഫീഡർ ആംബുലൻസ് എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസിലും ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തും പ്രത്യേക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിലും ആരോഗ്യ പ്രവർത്തകരെ വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായെന്നും മേയർ അറിയിച്ചു. 3000-ഓളം ശുചീകരണ തൊഴിലാളികളെ എടുത്തിട്ടുണ്ടെന്നും പൊങ്കാലയ്ക്ക് ശേഷം ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നഗരം വൃത്തിയാക്കുമെന്നും മേയർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ഉത്സവം പ്രമാണിച്ച് 25 പുതിയ വാട്ടർ ടാങ്ക് കൂടി വാങ്ങും. ജലക്ഷാമം പരിഹരിക്കാൻ വെൻഡിംഗ് പോയിന്റുകൾ സ്ഥാപിക്കും. 107 ടാങ്കർ ലോറികൾ നിലവിൽ കുടിവെള്ള വിതരണത്തിലുണ്ട്. അതിനു പുറമെ 60 ടാങ്കർ ലോറികൾ കൂടി കോർപ്പറേഷൻ എടുക്കും. നിലവിൽ ജലക്ഷാമമുള്ള വാർഡിൽ ഓരോ ടാങ്കർ ലഭ്യമാക്കും. ഒന്നിൽ കൂടുതൽ ടാങ്കർ ആവശ്യമായി വരികയാണെങ്കിലോ മറ്റു വാർഡുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യം വരികയാണെങ്കിലോ നഗരസഭ കൂടുതൽ ടാങ്കർ ലോറികൾ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. താൽക്കാലിക ടോയ്ലറ്റ് 200 എണ്ണം പൊങ്കാലയോടനുബന്ധിച്ച് വരും. പൊങ്കാലയ്ക്ക് ശേഷം വരുന്ന ചുടുകല്ല് ശേഖരിച്ച് വീട് നിർമ്മാണത്തിന് നൽകും. മുൻ വർഷങ്ങൾ നടന്ന പോലെ ഈ തവണയും നടക്കും. പൊങ്കാലയുടെ ഭാഗമായി ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് 2800-3000 ശുചീകരണ തൊഴിലാളികളെ എടുത്തിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് ശേഷം ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നഗരം വൃത്തിയാക്കുമെന്നും വി രാജേഷ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.